നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഏതെങ്കിലും ഒരു കലാപത്തിലെയോ കൊള്ളിവെപ്പിലെയോ ഒന്നും രംഗങ്ങളല്ല. പകരം ഒരു വിഭാഗം ആളുകൾ അവരുടെ പവിത്രമാക്കപ്പെട്ട സവിശേഷ ദിവസം നടത്തിയ ആഘോഷമാണ്. എന്നാൽ സാധാരണ ആഘോഷങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. സാധാരണ ആളുകൾ അവരുടെ മത ആഘോഷത്തിൻ്റെയോ പ്രത്യേകമാക്കപ്പെട്ട പുണ്യ ദിവസങ്ങളിലോ അവരവരുടെ സ്വന്തം ആരാധനാലയങ്ങളിൽ പോകുന്നു, പ്രത്യേക പൂജകളോ മറ്റു മതചടങ്ങുകളോ നടത്തുന്നു, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ സന്തോഷത്തോടു കൂടിയും സമാധാനപരമായും അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നു. ഇനി ഘോഷയാത്രയായിട്ട് തെരുവുകളിലൂടെ പോവുകയാണെങ്കിൽ പോലും അത് മധുരം വിതരണം ചെയ്തും സ്നേഹം പടർത്തിയുമൊക്കെ ആയിരിക്കും ആളുകൾ അവരുടെ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങൾ അവരാഘോഷിക്കുക. എന്നാൽ ഇവിടെ ഈ വിഭാഗം ജനങ്ങൾ മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും അവരുടെ മൊഹല്ലകളിലും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലും പോയി അവരുടെ സമാധാനം കെടുത്തി അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കി മാരകായുധങ്ങളും മറ്റുമായി പോയി ആക്രോശിച്ച് സ്വന്തം മതത്തിലെ ദൈവത്തിനെ പോലും അവഹേളിക്കുന്ന രീതിയിൽ ആ ദൈവത്തിൻ്റെ പേര് പോലും ഈ തോന്നിവാസത്തിൽ എടുത്തിട്ട് ആ ദൈവത്തെ പോലും അപഹസിച്ച് സ്വന്തം മതത്തെ നാണം കെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. മറ്റുള്ള മതസ്ഥരുടെ സമാധാനം തകർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ സ്വന്തം മതത്തിൽ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പുണ്യമാക്കപ്പെട്ട ദിവസം, സവിശേഷമാക്കപ്പെട്ട ഒരു അവതാരത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദിവസം ആഘോഷിക്കുക എന്നതൊന്നും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ട കാര്യമേ അല്ല. പകരം മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പോയി തോന്നിവാസം കാട്ടുക, അവിടെ അതിക്രമം നടത്തുക. ലോകത്തെവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു തോന്നിവാസം ഇതുപോലെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പറഞ്ഞു വരുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലാകമാനം ഉത്തരേന്ത്യയിലും കർണാടകയിലെ പല ഭാഗങ്ങളിലും വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥി ആഘോഷിച്ചത്. ഇവരെങ്ങനെയാണ് ആഘോഷിച്ചത്? അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. മാരകായുധങ്ങളും മറ്റുമായി പോകുന്നു, ആക്രോശിക്കുന്നു, അലമുറയിടുന്നു, മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളും ആരാധനാ സ്ഥലങ്ങളും മറ്റു മതത്തിൽപ്പെട്ട ആളുകളെയും അവഹേളിക്കുന്നു. അതാണ് അവരുടെ ആഘോഷം. ഇത്തരം തോന്നിവാസം നടത്തുന്ന ആളുകൾ ആരാണെന്ന് നമുക്കറിയാം. ഈ വിഭാഗത്തിനെ പാലൂട്ടി വളർത്തുന്നതും ആരാണെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലെ ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിമാരും സുരക്ഷാ ചുമതലയുള്ള ആളുകളും പ്രസിഡൻറ്റും ഗവർണർമാരും പട്ടാള മേധാവികളും എല്ലാം ഈ വിഭാഗത്തിൽ നിന്നാണ്. എങ്കിലും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സംഭവവികാസങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നത് ഈ പറയുന്ന ആളുകളുടെ സ്വന്തം മതത്തിന് തന്നെയാണ് ലോകത്താകമാനം നാണക്കേട് ഉണ്ടാക്കുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ച് ആ നാണക്കേട് അവർ ഓർക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് ഒരു രാഷ്ട്രീയ മൂലധനം വളർത്തിക്കൊണ്ടുവരികയാണ്. ആ രാഷ്ട്രീയ മൂലധനം എന്ന് വെച്ചാൽ ഡിവിസീവ് പൊളിറ്റിക്സ്, വിഭജന രാഷ്ട്രീയം. ഒരു ആഘോഷത്തിൻ്റെ മറവിൽ, അത് നവമി ദിവസമായിക്കോട്ടെ ചതുർത്ഥി ദിവസമായിക്കോട്ടെ, ആ ആഘോഷ ദിവസം മറ്റുള്ള മതസ്ഥരുടെ മേൽ കുതിര കയറാനും തോന്നിവാസം കാട്ടാനുമുള്ള ഒരു അവസരമാക്കിയെടുത്ത് സമാധാനം തകർത്ത് ജനങ്ങളെ വിഭജിച്ച് രാഷ്ട്രീയമായ മേൽക്കോയ്മയും മൈലേജും നിലനിർത്തുക. ആ രാഷ്ട്രീയ മൂലധനമായിട്ടാണ് ഇത്തരം സംഭവവികാസങ്ങൾ ഈ പറയുന്ന ആളുകളെ പാലൂട്ടി വളർത്തുന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് മിസ്റ്റർ ഹാക്കിന് പറയാനുള്ളത്? തീർച്ചയായും BJPൻ്റെ കയ്യിലുള്ള ഒരു പവർഫുൾ കാർഡ് തന്നെയാണ് വർഗീയത. പക്ഷെ അതുകൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ഇലക്ഷനോട് തെളിഞ്ഞു. കാരണം അത്രത്തോളം പച്ചക്ക് വർഗീയതാണ് മോദി വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല, ഒന്നും നടന്നില്ല. ഒരു പ്രധാനമന്ത്രിക്ക് താകാവുന്നതിൻ്റെ മാക്സിമം താഴ്ന്നു. എങ്ങനെ ജയിക്കാനാണ്? നമ്മൾ തന്നെ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ പോയി, ലിറ്ററിന് വില 100, 110. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില താഴ്ന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ 100, 110. പെട്രോളിൻ്റെ വില അനുസരിച്ച് മറ്റുള്ള ദൈനംദിന സാധനങ്ങൾക്കൊക്കെ വില കൂടും. ഈ ട്രാൻസ്പോർട്ടേഷനും മറ്റ് അനുബന്ധമായിട്ട് ബന്ധപ്പെട്ട് അതിനൊക്കെ സ്വാഭാവികമായി വില കൂടുന്നതാണ്. അതേപോലെ തന്നെ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സ്, നമ്മുടെ രാജ്യം ഇൻഡയറക്റ്റ് ടാക്സിൽ കൂടുതൽ റിലൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഒരിക്കലും ആവാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നമ്മൾ കൊടുക്കുന്ന എന്ത് സാധനമായാലും അത്രത്തോളം ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് തിരിച്ചു കിട്ടുന്നു? ഒന്നും കിട്ടുന്നില്ല. ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും വിറ്റഴിക്കുന്നു. രാജ്യത്ത് എന്ത് കരാറുണ്ടോ മോദിയുടെ ഉറ്റ സുഹൃത്ത് അദാനിക്ക്. മോദി അധികാരം ഏറ്റെടുക്കാൻ വന്നത് പോലും അദാനിയുടെ പ്രൈവറ്റ് ജെറ്റിലായിരുന്നു. ഇപ്പോൾ മോദി ഏത് രാജ്യത്തേക്ക് പ്ലെയിൻ എടുത്ത് പോകുന്നോ തൊട്ട് പിന്നാലെ അദാനി സ്വന്തം പ്ലെയിൻ എടുത്തും പോകും. എന്നിട്ട് മോദി ആ രാജ്യത്തെ കോൺട്രാക്ട്സൊക്കെ അദാനിക്ക് പിടിച്ചു കൊടുക്കും. ഓൾറെഡി നമ്മുടെ രാജ്യത്തെ എല്ലാ കോൺട്രാക്ട്സും മിക്കതും അദാനിക്ക് പോയി, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യമേ ആവശ്യമില്ല. ഏത് മേഖലയിലോട്ടും അദാനിക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം. മണിപ്പൂരിൻ്റെ വിഷയം എടുക്കട്ടെ. മോദി ഒരു അക്ഷരം മിണ്ടിയോ? മണിപ്പൂർ കത്തി അമർന്നപ്പോഴും മോദി ഒന്നും മിണ്ടിയില്ല. എന്തിന്? അധികാരത്തിലേറ്റ് ഏതെങ്കിലും ഒരു നട്ടലുള്ള മാധ്യമപ്രവർത്തകൻ്റെ മുന്നിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പണ്ട് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, കരൺ താപ്പറിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുത്തൊരു ഇൻ്റർവ്യൂ നമുക്ക് കാണാം. ഇപ്പോഴും കാണാം അദ്ദേഹം വെള്ളം കുടിച്ചവിടുന്ന് രക്ഷപ്പെടുന്നത്. അതെ അതെ, അതിനുശേഷം മോദിക്ക് നന്നായിട്ട് പടിഞ്ഞിട്ടുണ്ട് ഇരുന്ന് കൊടുക്കരുത് എന്നുള്ളത്. പിന്നെ അക്ഷയ് കുമാറിൻ്റെ അത് പിന്നെ ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തൊക്കെ ചോദിക്കണമെന്ന് വ്യക്തമായിട്ട് ഇതുകൊണ്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. മോദി നാഴികക്ക് 40 വട്ടം പറയുന്നതാണ് വുമൺ സേഫ്റ്റി. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ റെസ്ലേഴ്സിനെയാണ് പീഡിപ്പിച്ചത്. സത്യം. അതും സ്വന്തം പാർട്ടിക്കാർ. അതും ഒരു തേർഡ് റേറ്റ് ഗുണ്ടയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി. അയാൾക്ക് ലോക്കൽ സപ്പോർട്ട് ഉണ്ട് എന്നതിൻ്റെ മാത്രം കാരണം കൊണ്ട് അയാളെ താങ്ങി ഈ രാജ്യത്തിൻ്റെ മൊത്തം അസറ്റായിട്ടുള്ള ഈ റെസ്ലേഴ്സിനെയും അത്ലറ്റ്സിനെയൊക്കെ അപമാനിക്കുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിൽ അപമാനിച്ചു. ഇത്തരം കലാപരിപാടികളാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകർ. മോദിയെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഒരൊറ്റ വിഭാഗമെങ്കിലും മുട്ടുകുത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കർഷകർ മാത്രമാണ്. സംശയമില്ല. കർഷകരെന്നല്ല പറഞ്ഞ സിഖ് കർഷകർ. അതെ അതെ അതെ, അവരെ ഇവരപ്പോൾ ഖാലിസ്ഥാൻ തീവ്രവാദികളാക്കി അവരെ മുദ്ര വെക്കാൻ നോക്കി. അതാണ്, ഇവർക്കെതിരെ ആര് പറഞ്ഞാലും അത് തീവ്രവാദികൾ, അല്ലാതെ സ്വന്തം കയ്യിരിപ്പിന്റെ പ്രശ്നമല്ല. ഇന്നും കർഷകർക്ക് നൽകിയ വാക്ക് വെറും വാക്കാണ്, അല്ലാതെ അതിലൊന്നുപോലും മോദി ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ആഘോഷത്തിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണ് ഇവർ അത്യാവശ്യം സമാധാനപരമായിട്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി ആയാലും ഗണേശ ചതുർത്ഥി ആയാലും ഒക്കെ ആഘോഷിക്കുന്നത് അല്ലേ, കേരളത്തിലാണ്. പക്ഷെ സ്റ്റിൽ ഇവരുടെ പാർട്ടിക്കാരായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരും ഇവരുടെ കേരളത്തിലെ കൊട്ടേഷൻ ഏറ്റെടുത്ത നിയമപാല സംവിധാനത്തിൻ്റെ മേധാവികൾക്കൊക്കെ കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ്, ആസ്ഥാനമാണ്. പിന്നെ ഇപ്പം ഈ നമ്മുടെ ഈ ഭാരതീയ സംസ്കൃതിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത അല്ലെങ്കിൽ ധർമ്മസ്ഥാപനം, സഹിഷ്ണുത എന്നൊക്കെയാണല്ലോ. നമ്മൾ ഈ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ സഹിഷ്ണുതാ മതം അല്ലെങ്കിൽ സഹിഷ്ണുതയുടെ ഒരു കളിത്തൊട്ടിൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അസഹിഷ്ണുത, നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട രീതിയിലുള്ളൊരു അസഹിഷ്ണുത വരുന്നത്. അപ്പം നമ്മൾ പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്, ഇവിടെ ഭയങ്കര സഹിഷ്ണുതയാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് ഈ സഹിഷ്ണുത ഉള്ളത് കൊണ്ടാണ് ഇവിടെ മറ്റു മതസ്ഥർ അല്ലെങ്കിൽ ഇസ്ലാം മതം അല്ലെങ്കിൽ ക്രിസ്തു മതം അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ എന്ന് വെച്ചാൽ വൈദേശിക മതങ്ങളൊക്കെ ഇവിടെ പരിപോഷിച്ച് ഇവിടെ വന്നത്, ഇവിടെ വളർന്നത് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ സഹിഷ്ണുത കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ സഹിഷ്ണുത കൊണ്ടാണോ അല്ലയോ എന്നതിന് ഉത്തരം നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ വളർന്നു വന്നിട്ടുള്ളത് ഇവിടുത്തെ സഹിഷ്ണുത കൊണ്ടല്ല, പകരം അവർക്കൊരു പൊളിറ്റിക്കൽ ഫോഴ്സ്, അവർ രാഷ്ട്രീയ ശക്തിയായിട്ട് അധിനിവേശമാണെങ്കിൽ അങ്ങനെ അധിനിവേശത്തിലൂടെ വന്നു എന്ന് തന്നെ വെച്ചോട്ടെ. അങ്ങനെ ഇപ്പോൾ കേരളത്തിൻ്റെ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം ഏകദേശം പണ്ട് മുതലേ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് കച്ചവടക്കാരായ ആളുകളിലൂടെയാണ് എത്തിയത്. പക്ഷെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇസ്ലാം വളർന്നത് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ശക്തിയായിട്ട് അവിടെ രാജാക്കന്മാരുടെ ആ പൊളിറ്റിക്കൽ പവർ കൊണ്ട് വന്നതാണ്. അല്ലാതെ ഇവിടുത്തെ സംസ്കൃതിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകൾ അവരോട് ഭയങ്കര സഹിഷ്ണുത കാണിച്ചുകൊണ്ട് അവരിവിടെ വളർന്നതോ
ആ മതം വലുതായതൊന്നുമല്ല. ഇനി അവർ ഈ സഹിഷ്ണുതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കാലത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ബുദ്ധമതമാണ്. ഇന്ന് ബുദ്ധമതം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ബുദ്ധമതത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ബുദ്ധക്ഷേത്രം ജൈന ക്ഷേത്രം ഒക്കെ ആയിരുന്നു, ബുദ്ധക്ഷേത്രമായിരുന്നു. അതില്ല. അങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ പിൽക്കാലത്ത് മാറി, ബുദ്ധക്ഷേത്രം എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഹൈന്ദവ ക്ഷേത്രമായിട്ട് മാറി. യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഇത്തരം മതങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സഹിഷ്ണുത കൊണ്ട് മറ്റു മതം വളർന്നു എന്ന് പറയുന്നത് ഒരു അട്ടർ നോൺസെൻസ് ആണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭാരതത്തിൽ തന്നെ ഉടലെടുത്ത ബുദ്ധമതവും ജൈനമതവും എന്തുകൊണ്ട് നാമാവിശേഷമായ രീതിയിൽ ആയിപ്പോയി? ഒരു കാര്യം കൂടി നോക്കണം. ഈ ബുദ്ധമതം ഇന്ത്യയിൽ വളർന്ന മതം ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്ക് പുറത്താണ്. മ്യാൻമാർ, ശ്രീലങ്ക, കംബോഡിയ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ ബുദ്ധമതം ഉള്ളത്. അതേസമയം അതിൻ്റെ ഉറവിടമായിട്ടുള്ള ഇന്ത്യയിൽ ബുദ്ധമതത്തിൻ്റെ പൊടി പോലും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സഹിഷ്ണുത കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ മതം ഉണ്ടായത് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവരുടെ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഉടലെടുത്ത ബുദ്ധമതത്തിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ജൈനമതത്തിന് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ആ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ മതങ്ങളൊക്കെ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇന്ന് നാമാവിശേഷമായി? പകരം ഇന്ത്യക്ക് പുറത്ത് അത് വലിയ രീതിയിൽ വളർന്ന് ഇന്നും നിലനിൽക്കുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ മിസ്റ്റർ ജാക്ക്, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിൻ്റെ ബന്ധപ്പെട്ടൊന്നുമില്ല. ശരിയാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കാശ്മീരിലോട്ട് യാത്ര നടത്തി. നോർത്തിൽ ഹിന്ദുസിന് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, തു മുസ്ലിം ഓർ ഹിന്ദു ഹേ? ആൾമോസ്റ്റ് എല്ലാ പ്രദേശം ഹിന്ദു ഭൂരിപക്ഷ ഇതല്ലേ? അതെ അതെ. എന്നോട് ചോദിച്ചിരുന്നു, തു ഹിന്ദു ഓർ മുസ്ലിം ഹേ? എൻ്റെ ജാതി ഏതാണെന്നും ചോദിച്ചു. അവർക്കാർക്കും എൻ്റെ പേര് പോലും അറിയണ്ട. അതേപോലെ തന്നെ ഞാൻ കാശ്മീരിലോട്ടെത്തി. അതൊരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്. അവിടെ എന്നോട് ഞാനൊരു ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു കടയിൽ കയറി. അവരെന്നോട് ചോദിച്ചത്, തു മുസ്ലിം ഹേ? മുസ്ലിം ആണോ എന്ന് ഉറപ്പിക്കാൻ അവർ ചോദിച്ചു. അതേപോലെ പല ആളുകളും എന്നോട് തു മുസ്ലിം ഹേ എന്ന് ഉറപ്പിച്ചിട്ട് വെച്ചാല് നിങ്ങളൊരു മനുഷ്യനാണോ എന്നില്ലെന്നല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണ് എന്ന് അറിയേണ്ടതാണ്. അതാണ് അവർക്ക് ഫസ്റ്റ് അറിയേണ്ടത്. അതിനുശേഷമാണ് നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് പെരുമാറുന്നതിൻ്റെ ഒക്കെ രീതി ഇവർ തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഏത് മതവിഭാഗമാണോ മെജോറിറ്റി ഉള്ളത് അവരവരുടെ അപ്പർ ഹാൻഡ് മൈനോറിറ്റിക്ക് നേരെ എടുക്കുന്നുണ്ട്. അതേതെങ്കിലും മതവുമായിട്ട് ബന്ധപ്പെട്ടതോ ഇതൊന്നുമല്ല. ഇതൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മനുഷ്യന്മാരാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ സബ് കോണ്ടിനെന്റിലെ ഒരു ചില ജനങ്ങളുടെ ഒരു DNA പ്രശ്നമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം പാകിസ്ഥാനികളെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര, ഇപ്പോൾ ഇസ്ലാമിന് എതിരെ ആരെങ്കിലും ഇത് ഭയങ്കര ഇസ്ലാമിക വികാരമുള്ള ആളുകളാണ്. പക്ഷെ അതേ സമയത്ത് ഈ മതപരമായിട്ടുള്ള എന്തെങ്കിലും അവരുടെ വല്ല ശ്ലോകങ്ങളോ ആയത്തുകളോ ഒക്കെ ചൊല്ലാൻ പറഞ്ഞാൽ അതൊന്നും അവർക്ക് അറിയില്ല. മതപരമായിട്ടുള്ള ഒരു വിവരം ഉണ്ടാവില്ല. പക്ഷേ ഒരു സ്പിരിറ്റ്, ഇസ്ലാം സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങളുടെ ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു ജനുസിൻ്റെ പ്രശ്നമാണത്. ഈ മതമാണ് അവർക്കെല്ലാം. ഈ മതത്തിൽ അവർക്കൊരു വിവരം ഉണ്ടാവില്ല. മതത്തെക്കുറിച്ചൊരു ഒന്നും അവർക്കറിയില്ല. പക്ഷെ മതത്തിന് വേണ്ടി അവർ ചാവും. അതാണ് അതിന് ഉദാഹരണമാണ് ഈ പാകിസ്ഥാനികളും അതേമാതിരി ഉത്തരേന്ത്യയിലുള്ള നമ്മളുടെ ഈ പറഞ്ഞ വലതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും. തീർച്ചയായിട്ടും. ഈ സഹിഷ്ണുതയെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയാം, മതത്തിനുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇതേ യാത്രയിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു എന്നോട്, അവരുടെ കുടുംബം മൊത്തമുണ്ട്. അപ്പോൾ അതിലൊരു ആൾ എന്നോട് ചോദിച്ചു, നീ ഫിഷോ എന്തൊക്കെ കഴിക്കുമോ എന്ന്. പിന്നെ പറഞ്ഞു, ഞാൻ കഴിക്കുമെന്ന്. അതുവരെ എന്നോട് അവരുടെ ഒരു അമ്മ ഭയങ്കര നല്ലപോലെ തന്നെയായിരുന്നു, ചിരിച്ചും കളിച്ചും ഒക്കെ നിന്നിരുന്ന സ്ത്രീ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മുഖഭാഗം മാറി. ശരി, നിങ്ങൾ മാംസം കഴിക്കുന്ന പറഞ്ഞതിന് ശേഷം? അതെ. പിന്നെ എന്നെ നോക്കുന്നത് എന്തോ ഒരു വിയേർഡായിട്ടുള്ളൊരു ലുക്കാണ്. അതേപോലെ എന്നോട് ഭയങ്കര കമ്പനി ആയിട്ട് നിന്നിരുന്ന ആളൊക്കെ ആകെ പെട്ടെന്ന് മാറി. അപ്പോൾ ഭക്ഷണത്തിനുള്ള അസഹിഷ്ണുത
യഥാർത്ഥത്തിൽ ഇവർ ഈ ആളുകൾ ഈ മതം ഏതാണെന്ന് ചോദിക്കുന്നത് മേ ബി നിങ്ങളൊരു ന്യൂട്രൽ ഡ്രസ്സ് ഇട്ട് പോയതുകൊണ്ടാവും അല്ലേ. നിങ്ങൾ ഒരു തലയിൽ തൊപ്പിയും അല്ലെങ്കിൽ തുണിയും ജുബ്ബയൊക്കെ ഇട്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളോട് മതം ചോദിക്കില്ല, നിങ്ങൾ ഏത് മതക്കാരനാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവർക്ക് ആൾറെഡി മൈൻഡിലുള്ള ആ രീതിയിൽ അവർ ബിഹേവ് ചെയ്യും. ചിലപ്പോൾ മിസ്ബിഹേവ് അതൊന്നും പറയുന്നില്ല, ചിലപ്പോൾ ഈ മിസ്ബിഹേവ് ചെയ്യുക അതൊന്നുമല്ല, മേ ബി നിങ്ങളോട് മിണ്ടാതിരിക്കാം, കൂടുതൽ കമ്പനി ആവാതിരിക്കാം. അതേ സമയത്ത് നിങ്ങൾ വല്ല കുറിയും ഇപ്പോൾ ഒരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു വേഷവിധാനം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹിന്ദു ആണ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് അവർ പെരുമാറും. പക്ഷെ നിങ്ങളൊരു ന്യൂട്രൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മതം ഏതാണ്, ഇവൻ ഏതാണ് ജാതി അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ പേര് ചോദിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻസ് ഇത്ര അസഹിഷ്ണുതക്ക് കാരണമൊക്കെ തോന്നുന്നു നമ്മൾ അത്ര ഓപ്പൺ മൈൻഡഡ് അല്ല. നമ്മുടെ ചുറ്റുപാടുള്ളത് മാത്രമാണ് സത്യമെന്നും അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പൊതുവെ വിചാരിക്കുന്നത്. അത് എനിക്കും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ഒരു പരിചയം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. നമ്മളൊന്നും കൂടി ഓപ്പൺ മൈൻഡഡ് ആണ്. മറ്റുള്ള മനുഷ്യന്മാരും മറ്റുള്ള എല്ലാതും അതും ശരിയാണ്, അവരും ശരിയാണ്, നമ്മളും ശരിയാണ് എന്നുള്ള ഒരു മൈൻഡിലോട്ട് എത്തണം. അല്ലാതെ നമ്മുടെ ഇതെന്തോ വലുതാണ്, മറ്റുള്ളവൻ്റെ എന്തോ ചെറുതാണ് എന്നുള്ളൊരു മൈൻഡ് എന്ന് മാറണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആ സ്ത്രീ എന്നോട് മുഖം പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ പേരിൽ ഇതാക്കി, അതേ ഇത് എനിക്ക് ചൈനക്കാരോടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയാണ്. അവർ വാറ്റിനും പുഴുവിനും തിന്നു, അപ്പോൾ ഇവരിതെന്താ ചെയ്യുന്നത്, എൻ്റെ ഇത് കണ്ടില്ലേ, ഞാൻ വേവിച്ച് മറിച്ചതൊക്കെ ആയിട്ടേ കഴിക്കുള്ളൂ. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചേക്കുക, നമ്മൾ ചൈനയിലാണ് എന്ത് ജനിക്കുന്നത്, നമ്മൾ ഈ പാറ്റിനും പുഴുവിനും അവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ കഴിക്കും, മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവർ ശരിയാണ്, നമ്മളും ശരിയാണ്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് എന്തോ കൊമ്പും ഒന്നുമില്ല. അതെ. മുമ്പ് ഒരു കവിയോ, ഒരു കേരളത്തിലൊരു പ്രശസ്ത കവിയോ വരെ, പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ അമ്പിളി നമ്മളുടെ മാനത്താണ്, നമ്മളെ വീടിന്റെ മുകളിലെ മാനത്താണ് ഉദിച്ചത് എന്ന് കരുതാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. ഏതുവരെ? അയൽവാസിയുടെ മുറ്റത്ത് പോയി മുകളിലോട്ട് നോക്കുന്നത് വരെ. ശരിയാണ്. അതെ. അപ്പോൾ മാറ്റം മറ്റുള്ളവരിൽ നിന്നല്ല, നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.